ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ തമിഴ്നാട് ഇ പാസ് എടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലോ അല്ലാന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പോ ഉപയോഗിച്ചിട്ടും എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് TN പാസ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ URL ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു പേജിലോട്ട് എൻ്റർ ചെയ്യാം. ഇവിടെ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന് ഔട്ട്സൈഡ് ഇന്ത്യ, ഒന്ന് വിത്തിൻ ഇന്ത്യ. നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് വിത്തിൻ ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ക്യാപ്ച കൂടെ എൻ്റർ ചെയ്തിട്ട് ഗെറ്റ് OTP എന്നുള്ള ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP നമ്മൾ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പറിലോട്ട് വരും. ആ മൊബൈൽ നമ്പർ OTP വെച്ച് ഒന്ന് വെരിഫൈ ചെയ്യാം. ശേഷം ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ നീലഗിരി ഉണ്ട്, കൊടൈക്കനാലും ഉണ്ട്. നമ്മൾ ഊട്ടിക്കാണെന്ന് പോകുന്നുണ്ടെങ്കിൽ നീലഗിരി സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കൊടൈക്കനാലാണെങ്കിൽ കൊടൈക്കനാലും സെലക്ട് ചെയ്യാം. പിന്നെ രണ്ട് വേറെ ഓപ്ഷനും കിടക്കുന്നുണ്ട്. ഞാനിപ്പം നീലഗിരി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കൊടൈക്കനാലിലാണെങ്കിൽ കൊടൈക്കനാൽ കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ആപ്ലിക്കൻ്റ് നെയിം, അതായത് ആരാണോ ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നത് ആളുടെ പേര്. അതായത് നമ്മുടെ ഏതെങ്കിലും നമ്മളിപ്പോൾ ഒരു 5 പേര് പോകുന്നുണ്ടെങ്കിൽ ഒരാളുടെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. ഞാനിവിടെ പേര് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മളുടെ പർപ്പസ് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ടൂറിസ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പോകുന്ന വെഹിക്കിളിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, നമ്മുടെ ആ നമ്പർ ഈ ഒരു കോളത്തിൽ കൊടുക്കാം. അടുത്ത കോളത്തിൽ നമ്പർ ഓഫ് പാസഞ്ചറാണ്, എത്ര പേരാണ് പോകുന്നതെന്നുള്ളത്. ഞാനിവിടെ 4 കൊടുക്കുന്നുണ്ട്. നമ്മൾ എല്ലാ പാസഞ്ചറുടെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണ്ട, ഏതെങ്കിലും ഒരാളുടെ കൊടുത്തിട്ട് എത്ര പേരുണ്ട് എന്നുള്ളത് മാത്രം ഇതിനകത്ത് കൊടുത്താൽ മതി. പിന്നെ ഇയർ ഓഫ് മാനുഫാക്ചർ, അതായത് നമ്മുടെ വണ്ടി ഏത് വർഷം പഴക്കമുള്ളതാണോ വണ്ടിയുടെ രജിസ്ട്രേഷൻ ഡേറ്റ് ഒന്ന് കൊടുത്താൽ മതി. ഞാനിവിടെ അതും ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ വെഹിക്കിൾ ടൈപ്പ്, അതായത് നമ്മൾ ബസ്സാണോ കാറാണോ മിനി ബസ്സാണോ അങ്ങനെ 2 വീലറാണോ ചോദിക്കുന്നുണ്ട്. ഞാൻ കാറെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഫ്യൂൽ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്, പെട്രോളോ ഡീസലോ ആണോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ പെട്രോൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ എന്നാണ് പോകുന്നത്, ഡേറ്റ് ഓഫ് എൻട്രി എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ എന്നാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ അടുത്ത് ഞാനിവിടെ 10-ാം തീയതിയാണ് കൊടുക്കുന്നത്. അടുത്തതായി വരുന്നത് നമ്മൾ എന്നാണ് തിരിച്ച് ഇങ്ങോട്ട് പോരുന്നത്. ഞാനിവിടെ 12 കൊടുക്കുന്നുണ്ട്. പിന്നെ കൺട്രി നമ്മൾ നേരത്തെ സ്ഥലത്തുകൊണ്ട് ഇന്ത്യ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എവിടുന്നാണ് പോകുന്നത് എന്നുള്ളത് ഞാനിവിടെ കേരള കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മളോട് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ സ്ഥലത്തിൻ്റെ പേര് തന്നെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് ഈ ഒരു കുളത്ത് കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ അഡ്രസ്സ് 2 ഉണ്ട്, അത് മാൻഡേറ്ററി അല്ല, അത് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് പിൻകോഡാണ്. നമ്മൾ പോകുന്ന പിൻകോഡ് കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്ലേസിനെ കുറിച്ചിട്ടാണ്. ഞാനിവിടെ ഐ ഡോണ്ട് നോ മൈ പ്ലേസ് ഓഫ് സ്റ്റേ എന്നുള്ളതാണ് കൊടുക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷനാണ് ടിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കാം. ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരും. ഒരു 6 അവിടെ പാലിക്കേണ്ട മര്യാദകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതെല്ലാം നമ്മൾക്ക് അവിടെ പ്ലാസ്റ്റിക് യൂസ് ചെയ്യരുത്, സ്പീഡിൽ വണ്ടി ഓടിക്കരുത്, അതേപോലെ ആനിമൽസിനെ ഉപദ്രവിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം ജസ്റ്റ് കൺഫേം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അത് കൺഫേം കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ പാസ് ഇവിടെ വിസിബിളായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാസ്. നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുള്ള പാസ് ഉണ്ട്. അതിൻ്റെ അടിയിൽ നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ മൊബൈലിൽ ഒരു PDF ഫയൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് അവരെ കാണിച്ചിട്ട് എൻട്രി നേടാവുന്നതാണ്.